അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 27ാമത്തെ ചാപ്റ്ററിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് വളരെ രസകരമായ ഒരു കിടിലൻ പ്രയോഗമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രയോഗം എപ്പോഴും നമുക്ക് ആവശ്യമായി വരികയും ചെയ്യാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടി വരാറുണ്ട്, ഞാൻ മറ്റുള്ളവരെ പരിഹസിക്കാറില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതിനുള്ളൊരു കിടിലൻ ടെക്നിക്കാണ് ഇന്നത്തെ നമ്മുടെ പാഠം. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലവണ്ണം പരിശീലിക്കുക. എഴുതിയതിന് ശേഷം ഇവിടെ ക്ലാസ് ശ്രദ്ധിച്ചതിന് ശേഷം നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് എഴുതുക, അതിനുശേഷം പറയുക, പറഞ്ഞ് സ്പീഡാക്കുക. പറഞ്ഞ് ധാരാളം പറയുമ്പോൾ ഭയങ്കര സ്പീഡാകും. ആ സ്പീഡാവുന്നത് വരെ വീണ്ടും പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഫ്ലുവൻ്റാക്കി മാറ്റാൻ സാധിക്കും. ഞാൻ മറ്റുള്ളവരെ പരിഹസിക്കാറില്ല, അതാണ് ഒരർത്ഥം. അപ്രകാരം തന്നെ മറ്റൊരർത്ഥം കൂടെ അതിന് കിട്ടും, ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല. ഇതൊക്കെ എങ്ങനെ പറയും? അവർ വരുന്നില്ല, അവർ ഇവിടെ വരുന്നില്ല. ഇതൊക്കെ എങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുള്ള വാക്യഘടന എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റാണ്, ദെൻ ഡോണ്ട് എന്നാണ്. മൂന്നാമത് വെർബാണ് ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കുക, അവിടെ സബ്ജക്റ്റിൽ നമ്മൾ ഈ പാഠത്തെ നമ്മൾ രണ്ടായിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ബഹുവചനമാണ്. അതിൻ്റെ കൂടെ തന്നെ ഐയും ഉണ്ട്, ഐ എന്നതുണ്ട്, ഞാൻ എന്ന അർത്ഥത്തിനുള്ള ഐ എന്ന വാക്കുമുണ്ട്, യു എന്ന വാക്കുമുണ്ട്. ബാക്കി എല്ലാ ബഹുവചനവും സബ്ജക്റ്റായി നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉദാഹരണത്തിലേക്ക് തന്നെ പോകാം. ഞാൻ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാറില്ല, പരിഹസിക്കാറില്ല. എങ്ങനെ പറയും? ഫസ്റ്റ് സബ്ജക്റ്റ് ഐ എന്ന് കൊടുത്തു. പിന്നെ രണ്ടാമത് കൊടുക്കേണ്ടത് ഡോണ്ട് ആണ്, ഐ ഡോണ്ട്. മൂന്നാമത് കൊടുക്കേണ്ടത് വെർബാണ്, അപ്പോൾ ഇൻസൾട്ട് എന്നുള്ളതാണ് വെർബ്. ഐ ഡോണ്ട് ഇൻസൾട്ട് അതേഴ്സ് മറ്റുള്ളവരെ എന്നുള്ളതിന് നമുക്ക് അതേഴ്സ് എന്ന് കൊടുക്കാം. ഐ ഡോണ്ട് ഇൻസൾട്ട് അതേഴ്സ്, ഞാൻ മറ്റുള്ളവരെ പരിഹസിക്കുന്നില്ല, പരിഹസിക്കാറില്ല എന്നുള്ള അർത്ഥത്തിന് നമുക്കിത് തന്നെയാണ് വേണ്ടത്. ഇത് തന്നെയാണ് ഈ അർത്ഥത്തിൽ, ഇതിൽ നിന്ന് തന്നെയാണ് നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടുക. ഞാൻ മറ്റുള്ളവരെ പരിഹസിക്കാറില്ല. നീ മറ്റുള്ളവരെ ചതിക്കാറില്ല. എങ്ങനെ പറയും? യു ഡോണ്ട് ചീറ്റ് അതേഴ്സ്, നീ മറ്റുള്ളവരെ ചതിക്കാറില്ല. വി ഡോണ്ട് ലവ് ദം, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല. നമ്മൾ മോശപ്പെട്ട ആളുകളെ സ്നേഹിക്കുന്നില്ല. അത് നമുക്ക് പറയാം, വി ഡോണ്ട് ലവ് ദം, നമ്മളവരെ സ്നേഹിക്കുന്നില്ല. മോശപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാം. അതുപോലെ തന്നെ നമുക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ആൺകുട്ടികൾ നന്നായി പഠിക്കുന്നില്ല. എങ്ങനെ പറയും? ആൺകുട്ടികൾ നന്നായി പഠിക്കുന്നില്ല. ഫസ്റ്റ് സബ്ജക്റ്റ് ബോയ്സ് എന്ന് പറയാം. അത് ബഹുവചനമായതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ബോയ് എന്നാണെങ്കിൽ ആൺകുട്ടി ഒരു ഏകവചനമാണ്, ഒരു ആളാവുമ്പോൾ ഏകവചനമാണ്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ബോയ്സ് എന്നതാണ് ഉപയോഗിക്കുന്നത്. ബോയ്സ് ഡോണ്ട് സ്റ്റഡി വെൽ, ആൺകുട്ടികൾ നന്നായി പഠിക്കുന്നില്ല. അപ്പോൾ പെൺകുട്ടികൾ നന്നായി പാടുന്നില്ല എന്ന് പറയാനോ? ഇവിടെ ഗേൾസ് എന്ന് കൊടുക്കുക. ഗേൾസ് ഡോണ്ട് എന്നുള്ളത് നമുക്ക് മധ്യത്തിൽ ഇവിടെ ആവശ്യമാണ്. പിന്നെ മൂന്നാമത് വെർബ് സിങ് എന്ന് കൊടുക്കുക. അപ്പോൾ ഗേൾസ് ഡോണ്ട് സിങ് വെൽ, ഗേൾസ് ഡോണ്ട് സിങ് വെൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ നന്നായി പാടുന്നില്ല എന്നുള്ള അർത്ഥം കിട്ടി. അവർ പഠിക്കുന്നില്ല എങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഗേൾസ് ഡോണ്ട് സ്റ്റഡി വെൽ, പെൺകുട്ടികൾ നന്നായി പഠിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ചതിക്കാറില്ല, വി ഡോണ്ട് ചീറ്റ് അതേഴ്സ്, ഞങ്ങൾ നിന്നെ ചതിക്കാറില്ല, വി ഡോണ്ട് ചീറ്റ് യു എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഏത് ബഹുവചനവും രണ്ട് പേര് ഉദാഹരണത്തിന് 2 പേര് വന്നു കഴിഞ്ഞാൽ അതൊരു ബഹുവചനമായിട്ടാണല്ലോ കൂട്ടുന്നത്. 2 പേര് ഞാനിവിടെ ഉദാഹരണം എഴുതുന്നുണ്ട്. സഹില ആൻഡ് സുഹൈല ഡോണ്ട് കം ഹിയർ. സഹിലയും സുഹൈലയും ഇവിടെ വരാറില്ല. 2 പേരിന് ഉദാഹരണം എഴുതിയെന്ന് മാത്രം നമുക്ക് ഏത് പേരാണെങ്കിലും ഇതേപോലെ 2 പേര് കൊടുത്ത് നമുക്കിവിടെ എങ്ങനെ ചെയ്യാവുന്നതാണ്. സഹില ആൻഡ് സുഹൈല ഡോണ്ട് കം ഹിയർ, സഹിലയും സുഹൈലയും ഇവിടെ വരാറില്ല. അത് നമ്മളൊരു ഉദാഹരണം മാത്രമാണ്, നമുക്കങ്ങനെ ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം. നമുക്കിതേപോലെ
ഏതൊരു കാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു അടിസ്ഥാന അർത്ഥമാണ് ചെയ്യുന്നില്ല എന്നുള്ളത്, അപ്രകാരം തന്നെ ചെയ്യാറില്ല എന്നുള്ളതും. അപ്പോൾ നമുക്കത് മറ്റുള്ള വെർബുകളാവുമ്പോൾ വരുന്നില്ല, വരാറില്ല എന്നാവും, പോകുന്നില്ല, പോകാറില്ല എന്നാവും. ആൺകുട്ടികൾ അവിടെ പോകാറില്ല, ബോയ്സ് ഡോണ്ട് ഗോ ദേർ, ബോയ്സ് ഡോണ്ട് ഗോ ദേർ, അങ്ങനെയാണത് നമുക്ക് പറയേണ്ടത്. ബോയ്സ് ഡോണ്ട് ഗോ ദേർ, ആൺകുട്ടികൾ അവിടെ പോകാറില്ല. ബോയ്സ് ഡോണ്ട് റെസ്പെക്ട് ദർ ടീച്ചേഴ്സ്, ആൺകുട്ടികൾ അവരുടെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാറില്ല. ആൺകുട്ടികൾ ബഹുമാനിക്കാറുണ്ട്, ഇല്ല എന്നല്ല നമ്മളൊരു അഭിപ്രായം എന്നുള്ള നിലക്കല്ല ഇത് പറയുന്നത്. ഇത്തരം ഒരു സെൻറ്റൻസിനെ എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ എന്നത് മാത്രമാണ് ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ മറ്റുള്ളവരെ ചതിക്കാറില്ല എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അവർ നിന്നെ ചതിക്കാറില്ല. ദേ ഡോണ്ട് ചീറ്റ് യു, ദേ ബഹുവചനമാണ്, അപ്പോൾ നമുക്ക് ദേ അതിനുശേഷം ഡോണ്ട് മധ്യത്തിൽ വെച്ചു, ചീറ്റ് എന്നുള്ള വെർബ് വെച്ചു, ദേ ഡോണ്ട് ചീറ്റ് യു, അവർ നിന്നെ ചതിക്കാറില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യുന്നില്ല, ചെയ്യാറില്ല എന്ന് പറയാനുള്ള ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ ഡോണ്ട് എന്നാണ്, പിന്നെ മൂന്നാമത് വെർബാണ്, പിന്നെ ആവശ്യാനുസരണം എന്താണ് വേണ്ടത് എങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇവിടെ സബ്ജക്റ്റിൽ ഒരു നിബന്ധന നമ്മൾ വെച്ചിട്ടുണ്ട്. നിബന്ധന എന്ന് പറയുന്നത് സബ്ജക്റ്റ് ബഹുവചനമായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഐ എന്നോ യു എന്നോ ആവുകയും വേണം. അപ്പോൾ ഐ, യു എന്നീ വാക്കുകളും മറ്റു എല്ലാ ബഹുവചനങ്ങളും നമുക്കിവിടെ സബ്ജക്റ്റായി കൊടുക്കാം. അപ്പോൾ ഐ യു ഒഴികെയുള്ള ഏകവചനങ്ങൾ ഇനി എങ്ങനെ ഇതേ അർത്ഥത്തിന് പ്രയോഗിക്കും എന്നുള്ളത് നാളെ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ഈ പാഠം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇത് ശീലമാക്കുക. അതോടുകൂടെ ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.